പലരിലും ഉപ്പൂറ്റി വേദന ഇന്ന് അനുഭവപ്പെടുന്ന ഒരു വലിയ ഒരു കാലഘട്ടമാണ്. പലർക്കും ഈ ഉപ്പൂറ്റി വേദന ഉണ്ട്. രാവിലെ എണീച്ച കാല് തറയിൽ കുത്താൻ പറ്റത്തില്ല. പിന്നെ പതുക്കെ പതുക്കെ കുറേശ്ശെ മൊണ്ടി നടന്ന് കുറച്ച് വരുമ്പോൾ കുറേശ്ശെ ആ ഉപ്പൂറ്റി വേദന മാറും. അതുപോലെ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരുന്നിട്ട് എണീക്കുമ്പോഴും ഈ ഉപ്പൂറ്റി വേദന വളരെ കൂടുതലായിട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരം ഉപ്പൂറ്റി വേദനകൾ മാറ്റുവാൻ വളരെ എളുപ്പം ചില പരിപാടികളുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരികയാണ്. എത്ര കടുത്ത ഉപ്പൂറ്റി വേദനയും ചെറിയ മരുന്നുകൾ കൊണ്ട് മാറ്റുവാൻ പറ്റും. ഉപ്പൂറ്റി വേദന ഉള്ളവർ അവർ നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് എണീക്കുമ്പോഴാണ് ഈ ഉപ്പൂറ്റി വേദന വരുന്നത്. അപ്പോൾ കൂടുതൽ നടന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നടക്കരുത്, ഒരുപാട് നിൽക്കരുത്. ഏതാണ്ട് കുറച്ച് ഈ അവരുടെ ഉപ്പൂറ്റിക്കുള്ള സ്ട്രെയിൻ കുറയ്ക്കുക. അതിന് കൂടുതൽ നടക്കാതിരിക്കുക, കൂടുതൽ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് എരുക്കിൻ്റെ ഇല. എരുക്കിൻ്റെ ഇല എടുത്ത് ഒരു ചീനിച്ചട്ടി എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അത് കമഴ്ത്തിയിട്ട് അതിൻ്റെ സൈഡിലേ കൂടെ എരുക്കിൻ്റെ ഇല വെച്ച് ഉപ്പൂറ്റി ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ചവിട്ടി പിടിച്ച് ആ ചൂട് ഏക്കുക. നല്ല ചൂടാകുമ്പോൾ കാല് മാറ്റിക്കളയണം, അല്ലെങ്കിൽ പൊള്ളിപ്പോവും. കാലിൻ്റെ സ്കിൻ ആൾറെഡി കട്ടി കൂടിയതാണ്. ചൂട് അടിക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ കാര്യം ചെയ്യുക. ചൂട് കൂടുമ്പോൾ കാല് മാറ്റുക. ആ ചീനിച്ചട്ടി തന്നെ മറുഭാഗത്ത് ഇനിയൊരു സൈഡിൽ വേറെ ഒരു എരുക്കിൻ്റെ ഇലയിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ദിവസം 5 മിനിറ്റ് ചെയ്താൽ മതി. തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്താൽ ഏത് തരം ഉപ്പൂറ്റി വേദനയും പൂർണ്ണമായിട്ട് മാറും. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് മണലെടുത്ത് നന്നായിട്ട് ഒരു പാത്രത്തിൽ ചീനിച്ചട്ടിയിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് വറുക്കുക. നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് അത് കട്ടി കൂടിയ ഒരു തുണിയിൽ കെട്ടിയിട്ടിട്ട് കിഴി പോലെ ഉണ്ടാക്കി കെട്ടിയിട്ടിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടുക. കുറച്ച് നേരം ചവിട്ടി പിടിക്കണം. ചൂട് കൂടുമ്പോൾ കാല് മാറ്റിക്കളണം. പിന്നെ വീണ്ടും ചവിട്ടുക. ഇതും 5 മിനിറ്റ് ചെയ്താൽ മതി. ഇതോടൊപ്പം തന്നെ ഗ്രീൻ ഓയിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഗ്രീൻ ഓയിൽ. ഈ ഓയിൽ 3-4 പ്രാവശ്യം ഉപ്പൂറ്റിയിൽ പുരട്ടുക. മാക്സിമം ഒരു ആഴ്ചക്കകത്ത് മാസക്കണക്കിൽ വർഷക്കണക്കിൽ മാറാത്ത ഉപ്പൂറ്റി വേദന മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഗ്രീൻ ഓയിൽ പുരട്ടുക സ്ഥിരമായിട്ട്. ഈ ചൂട് കൊടുക്കുക. മാക്സിമം ചൂട് ഏത് രീതിയിലും ചൂട് കൊടുക്കാം. ചിലർ ഇഷ്ടിക അടുപ്പിലിട്ട് ചുട്ട് അത് പുറത്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ എരുക്കിൻ്റെ ഇലയിട്ട് ചവിട്ടാറുണ്ട്. ചിലർ ദോശക്കല്ല് വെച്ച് ചവിട്ടാറുണ്ട്. ചിലർ മണൽ വറുത്ത് ചവിട്ടാറുണ്ട്. ചിലർ നാരങ്ങ കിഴി കെട്ടി നന്നായിട്ട് പാത്രത്തിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ പുറത്ത് ചവിട്ടാറുണ്ട്. ഏത് രീതിയിലും ആ ഭാഗത്ത് ചൂട് കൊടുക്കണം. പിന്നെ അമിതമായി നടക്കരുത്, നിൽക്കരുത്. നടക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കൂടുതൽ സമയം നിന്നാൽ കൂടുതൽ സമയം ഈ ഉപ്പൂറ്റി വേദന നീണ്ടു നിൽക്കും. അവർ എണീച്ച് നടക്കുമ്പോൾ ചിലപ്പോൾ നടന്ന ഒരു 5 മിനിറ്റ് അടുത്ത് നേരെ നടക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സമയം നടന്നിട്ട് വരുമ്പോൾ 5, 10, 15 മിനിറ്റ് കഴിഞ്ഞാലേ അവരെ കൊണ്ട് നേരായ രീതിയിൽ കൂടുതൽ സമയം നടക്കുവാൻ പറ്റും. അതുകൊണ്ട് നടത്തയും നിപ്പും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, നല്ല ചൂട് കൊടുക്കുക, ഗ്രീൻ ഓയിൽ പുരട്ടുക, ഇത്രയും ചെയ്താൽ മതി. എത്ര കടുത്ത ഉപ്പൂറ്റി വേദനയും മാറും. ഉപ്പൂറ്റി വേദനയ്ക്ക് വേണ്ടി ഉപ്പൂറ്റിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് സ്റ്റീറോയിഡാണ് അതിൽ കുത്തിവെക്കുന്നത്. 3 മാസം വരെ ഉപ്പൂറ്റി വേദന വരത്തില്ല. പിന്നെ വീണ്ടും വരും. അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് സ്റ്റീറോയിഡ് പലതരത്തിലുള്ള ദോഷം ചെയ്യുന്ന ഒരു മരുന്ന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ അത് ഡയബറ്റീസ് ഉണ്ടാക്കും, കിഡ്നി അഫക്റ്റ് ചെയ്യും. അത്തരം പരിപാടികൾക്ക് ചെല്ലണ്ട. ചൂട് കൊടുക്കുക, നല്ല ചൂട് കൊടുക്കുക, ഗ്രീൻ ഓയിൽ പുരട്ടുക, ഉപ്പൂറ്റി വേദനയിലിരുന്ന് വിമുക്തരാകുക.